സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആസാമിലെ ഗുവാഹത്തിയിലുള്ള വളരെ പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കാണ്. കാമാഖ്യ മന്ദിർ. 51 ശക്തിപീഠങ്ങളിലൊന്നായ ഈ ക്ഷേത്രം നീലാചൽ മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കല്ലിൽ കൊത്തിയിരിക്കുന്ന ദേവിയുടെ യോനിരൂപമാണ്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ കടകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പൂജക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. അവിടെ എല്ലാ കടകളിലും വിൽക്കാൻ കിട്ടും. നമ്മളും വാങ്ങിച്ചിട്ടുണ്ട്. ദിയ, സിന്ദൂരം, വള, പിന്നെ പൊട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നിറയെ കടകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് വേണം മുകളിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാമാഖ്യ മന്ദിർ. ഹിന്ദുമത വിശ്വാസപ്രകാരം ദക്ഷയാഗത്തിൽ അപമാനിക്കപ്പെട്ട സതീദേവി ആത്മാഹുതി ചെയ്യുകയും അപ്പോൾ ശരീരം മഹാവിഷ്ണു സുദർശന ചക്ര ഉപയോഗിച്ചിട്ട് പല ഭാഗങ്ങളായി വിഭജിക്കുകയും ചെയ്തു. അങ്ങനെ യോനി ഭാഗം വന്ന് വീണ സ്ഥലമാണ് ഈ നീലാചൽ മലനിരകളിൽ. അവിടെയാണ് കാമാഖ്യ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ശക്തിപീഠമായി ആരാധിക്കപ്പെടുന്നത്. ഇവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് തേങ്ങയൊക്കെ ഇവിടെ ഉടയ്ക്കാൻ പറ്റും. പിന്നെ ഇതാ ഈ കാണുന്ന അതിനുള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ആ ദിയയും ചന്ദനത്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിക്കുന്നത്. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് കേട്ടോ. ഇപ്പോൾ ജൂൺ മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അന്നാണ് ദേവിക്ക് ആർത്തവം ഉണ്ടാകുന്നതെന്നും. അങ്ങനെ 3 ദിവസത്തേക്ക് ക്ഷേത്രം അടച്ചിടും. 4ാമത്തെ ദിവസമാണ് ക്ഷേത്രം തുറക്കുന്നത്. ആ സമയത്ത് ആയിരക്കണക്കിന് ഭക്തരും സന്യാസിമാരും ഒക്കെ ഇവിടെ എത്തിച്ചേരും. പിന്നെ അന്ന് ഇതിന് ബാക്ക് സൈഡിൽ ബ്രഹ്മപുത്ര നദിയുണ്ട്. ആ നദിയിലെ വെള്ളത്തിന് ചുവപ്പ് കളറിലാണ് ഒഴുകുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ചുമരുകളിലൊക്കെ സ്ത്രീരൂപത്തിലുള്ള ശില്പങ്ങളൊക്കെയാണ് കാണാനുള്ളത് കേട്ടോ കൂടുതലായിട്ടും. പിന്നെ ചുവന്ന കളറിലുള്ള സിന്ദൂരൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം. നല്ല തിരക്കാണ്. ഇതിന് ബാക്ക് സൈഡിലൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കാലൊക്കെ കഴുകുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ട്, മൃഗബലിയൊക്കെ ഉണ്ട്. അവിടെ നിറയെ ആടുകളൊക്കെ കാണാം. അപ്പോൾ എല്ലാ ദിവസവും മൃഗബലി നടക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ നിറയെ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ആടുകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ പ്രാവുകളെ ആൾക്കാർ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ വലിയ പ്രത്യേക വിഗ്രഹമൊന്നുമില്ല. ഒരു കല്ലിൽ കൊത്തിയ ദേവിയുടെ യോനിരൂപമാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ കണ്ടോ കുറേ, അതൊക്കെ ഇവിടേക്ക് ഭക്തർ കൊടുക്കുന്നതാണ്. അത് പ്രാവ് പിന്നെ പോത്തിനെയൊക്കെ ഇവിടെ ബലി കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെ നമ്മൾ കാമാഖ്യയിലെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.